പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ വാക്കുകളെല്ലാം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു. ഇനി 19-ാം തീയതി നമുക്ക് ചെയ്യാനുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ പലയിടത്തും പറയാറുള്ളത് പോലെ തന്നെ അത് നിലമ്പൂരുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല. കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ്. കേരളം ആഗ്രഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നഷ്ടപ്പെട്ട കേരളത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് കേരളീയ സമൂഹത്തിന് ശക്തിയും കരുത്തും പകരുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ 19-ാം തീയതി നടക്കാൻ പോകുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കേരള ജനതയ്ക്ക് ഒരു നല്ല ഭരണ സംവിധാനത്തിന് വേണ്ടി സ്വപ്നം കാണുവാൻ വേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പായി നമുക്ക് നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റുവാൻ സാധിക്കണം. അതിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്വം ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണമെന്ന് മാത്രമല്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് പറയാനാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പലയിടത്തും ഞങ്ങൾക്ക് പോകുവാൻ സാധിച്ചു. അവിടെയൊക്കെ തന്നെ വലിയ ആവേശമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണങ്ങൾക്കൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മൂത്തയിടത്ത് ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ശ്രീ KC വേണുഗോപാൽ AICC സെക്രട്ടറി അതിന് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഇപ്പോൾ ചുങ്കത്തറയിലും ഇതുപോലെ തന്നെ നല്ലൊരു ജനക്കൂട്ടം അവിടെയും കാണുവാൻ കഴിഞ്ഞു. ഇപ്പോൾ എടക്കരയിലും പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരൊക്കെ വളരെ സജീവമാണ് എന്നുള്ളതാണ്. അവരാണ് ജനാധിപത്യത്തെ പുനർനിർണയിക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യത്തെ, കേരളത്തിലെ ജനാധിപത്യത്തെ പുനർനിർണയിക്കുന്നതിൽ വനിതകൾക്കുള്ള പങ്ക് അത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരാണ് ജനജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കഴിയുന്നത്. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഏറെ പ്രയാസം അനുഭവിക്കുന്നത് അവരാണ്. വിലക്കയറ്റത്തെക്കുറിച്ച് ഗവൺമെൻറ് പറയുന്നുണ്ട്, പുതിയ ചില ഭാഷകളാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രയോഗിക്കുന്നത്. വിലക്കയറ്റം എന്നല്ല, വില ക്രമീകരണം എന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഒരു ഭാഗത്ത് മദ്യവർജനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യഷാപ്പുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പം മദ്യവർജനത്തെ മദ്യം അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിലൊരു ഭാഷാപ്രയോഗമാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയും സംസ്കാരവും അത് കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട്. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു ഒരു വിധിയെഴുത്താണ് നമുക്ക് വേണ്ടത്. ഷാജി പറഞ്ഞതുപോലെ കേരളം ഒരു നല്ല മാതൃകാ സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇവിടെ വികസനങ്ങൾ ഉണ്ടാകാറുണ്ട്. ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പോഴാണ് നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നത്. കാരുണ്യ പദ്ധതി പോലെയുള്ള പദ്ധതികൾ, കിഡ്നി രോഗികൾക്കുള്ള ആശ്വാസ പദ്ധതികൾ, ഡയാലിസിസ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളത് അതൊക്കെ കാരുണ്യ പദ്ധതിയുടെ കീഴിൽ ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ അവതരിപ്പിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് മുന്നോട്ട് വന്നത്. എന്നാൽ അതുപോലും അത്തരം പദ്ധതികൾ പോലും തുടരുവാൻ സാധിക്കാതെ വേറെ എന്തോ ചിലതൊക്കെ തുടരും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തുടർച്ച വേണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം തുടരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എല്ലാവർക്കും തുടരാൻ. അതായത് ചാണ്ടിമൻ ഇവിടെ ഇരിക്കുന്നത്, അദ്ദേഹം പുതുപ്പള്ളിയിൽ മത്സരിച്ചു, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. തൃക്കാക്കരയിൽ പ്രിയപ്പെട്ട ഉമാ തോമസ് അവിടെ മത്സരിച്ചു, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. പാലക്കാട്ട് നമ്മൾ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. അതാണ് നിലമ്പൂരിലും തുടരുവാൻ പോകുന്നത്. വേറെ ഉള്ള തുടരുമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ഒരു മരീചിക മാത്രമാണ്, സ്വപ്നം മാത്രമാണ്. നിലമ്പൂരിലെ വോട്ടർമാർ അതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ 19-ാം തീയതി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി
നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. മഹാനായൊരു പിതാവിൻ്റെ പുത്രൻ എന്നുള്ള നിലക്കും കഴിവ് തെളിയിച്ച ഒരു ഭരണാധികാരി എന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റായും മുനിസിപ്പൽ ചെയർമാനായിട്ടുമൊക്കെ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതൊരു MLA എന്നുള്ള നിലക്ക് കൂടി നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.